നമ്മൾ കാപ്പിയുടെ ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാപ്പിയിലെ കഫീൻ എന്ന് പറയുന്ന കണ്ടന്റ് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഈ കഫീൻ കണ്ടന്റ് ഉള്ളതാണ് കാപ്പി നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ തരുന്നത് എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ പല രോഗങ്ങളുള്ളവരോട് വൈകുന്നേരങ്ങളിൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ അത് ഒരു പരിധിവരെ മാറ്റി നിർത്തുകയാണ്, നമ്മുടെ ശരീരത്തെ കൂടുതൽ എനർജറ്റിക് ആക്കുകയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് രോഗികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉറക്കം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള കാപ്പി ചായയൊക്കെ പരമാവധി ഒഴിവാക്കാൻ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മാത്രവുമല്ല കാപ്പിക്ക് അല്ലെങ്കിൽ ഈ കഫീൻ ഒരു ചെറിയ അഡിക്റ്റീവ് ക്വാളിറ്റി ഉണ്ട്. അത് ഒരു അഡിക്ഷൻ, അതായത് നമുക്ക് ഈ നേരം ദിവസവും വൈകുന്നേരം 4 മണിക്ക് കാപ്പി കുടിക്കുന്ന ഒരാൾക്ക് മറ്റൊരു ദിവസം 4 മണിയാകുമ്പോൾ കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ ഒരു അലേർട്ട് മെക്കാനിസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അഡിക്ഷൻ എന്നുള്ളൊരു കാര്യമാണ് കാപ്പിയുടെ ഏറ്റവും വലിയ ഒരു മോശം എഫക്റ്റ്. അതെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ദശാസന്ധി ദോഷം വന്നു കഴിഞ്ഞാൽ ദമ്പതികളിൽ ഒരാൾക്ക് മരണമുണ്ടാകും, അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. നമുക്കൊരു കത്തും അങ്ങനെ വന്നിരുന്നു, അതായത് ദശാസന്ധി ദോഷകാലമാണ്, അതിനെന്താണ് ചെയ്യേണ്ടത്, ആകെ ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിലൊരു യാഥാർത്ഥ്യമുണ്ടോ? ഇങ്ങനെ ഒരു ദശാസന്ധി ദോഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള പ്രതിവിധികൾ ഉണ്ടാകില്ലേ? ഒന്ന് പറയാമോ സർ? ഈ ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് തന്നെ പല ജ്യോതിഷാചാര്യന്മാരും വളരെ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ മുമ്പ് ദശാകാലം എല്ലാം പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അതിനെക്കുറിച്ച് പറഞ്ഞു പോകും. അപ്പോൾ ഈ ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം ദശാസന്ധി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്താണ് ദശാസന്ധി? ഈ ദശ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ദശ എന്ന് പറഞ്ഞത് അറിഞ്ഞാൽ മാത്രമേ ദശാസന്ധി എന്നാൽ അറിയാൻ പറ്റുള്ളൂ. ദശാസന്ധി അറിഞ്ഞാലാണ് ദശാസന്ധി ദോഷമാണോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ദശ എന്ന് പറയുന്നത് തന്നെ ഒരു നക്ഷത്രം, അതായത് കുട്ടി ജനിക്കുന്നു, നക്ഷത്രം തുടങ്ങുന്നു. അപ്പോൾ ഈ നക്ഷത്രം തുടങ്ങുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അശ്വതി മകം മൂലം എന്ന് പറയുന്ന നക്ഷത്രം, അശ്വതി എന്ന് പറയുന്നതിൻ്റെ അനുജന്മ നക്ഷത്രമാണ് മകവും മൂലവും. അപ്പോൾ ആ 3 നക്ഷത്രത്തിലും ദശ കേതു ദശയാണ്. കേതുവിൻ്റെ ദശാകാലത്തിലാണ് അശ്വതി മകം മൂലം എന്ന് പറയുന്ന നക്ഷത്രം ജനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും, അതായത് 60 നാഴിക ഈ നക്ഷത്രത്തിൽ കിട്ടിയാൽ മാത്രമേ ഈ കുട്ടിക്ക് 7 വയസ്സ് 7 വർഷം എന്നുള്ള കേതുവിൻ്റെ ആ ദശ അനുഭവിക്കാൻ യോഗം വരണുള്ളൂ. 7 വർഷം പൂർണ്ണതയിൽ വന്ന. ഇത് തന്നെ ഒരു 5 നാഴിക എന്ന് പറയുന്നത് ഒരു നാഴിക എന്ന് പറയുന്നത് തന്നെ 24 മിനിറ്റാണ്. അപ്പോൾ 5 നാഴിക എന്ന് പറയുമ്പോൾ 2.5 നാഴിക 1 മണിക്കൂർ, 5 നാഴിക 2 മണിക്കൂർ. അപ്പോൾ ഈ 2 മണിക്കൂർ, ഒരു നക്ഷത്രം തുടങ്ങിയിട്ട് 2 മണിക്കൂർ കടന്നിട്ടാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ കുട്ടിക്ക് ബാലൻസ്, ഈ ദശയുടെ ബാലൻസ് വരുന്ന, അതായത് ഏകദേശം ഒരു 5 നാഴിക കടന്നു കഴിയുമ്പോൾ 60 നാഴികയിൽ 7 മണിക്കൂറാകുമ്പോൾ അതിനെ 12 ഭാഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ആ 12ൻ്റെ ഒരു ഭാഗം കഴിച്ചിട്ടുള്ള ബാക്കി കാലമാണ് കുട്ടിയുടെ ദശാകാലം ഉണ്ടാവുക. അപ്പോൾ കുട്ടിക്ക് ഏകദേശം ഇത് ഫുള്ളായിട്ട്, അതായത് 7 വർഷം കേതു ദശ അനുഭവിച്ചൊരു കുട്ടിയാണെങ്കിൽ കേതുവിൻ്റെ അവസാന കാലഘട്ടമാണ് ദശാസന്ധി എന്ന് പറയുന്നത്. 7 വർഷം, അതായത് പകൽ തുടങ്ങി, നമ്മളത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. പകൽ തുടങ്ങി രാത്രി ആവാൻ പോകുന്നു. ഇപ്പം രാത്രി ആകുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? രാത്രി ആകുന്നതിന് മുമ്പ് സന്ധ്യ വരും. അതാണ് ഈ സന്ധ്യയും സന്ധ്യയും, അതായത് ആചാര്യന്മാരുടെ ഒരു വിവക്ഷയാണ്. അതപ്പോൾ സാധാരണ ജനത്തിന് ഇതിൻ്റെ ബോധം മനസ്സിലാകാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. പകൽ അസ്തമിക്കുമ്പോൾ രാത്രി വരുന്നു, അതിനു മുൻപായിട്ട് സന്ധ്യ വരുന്നു. അതേപോലെ ഈ ദശാകാലം കടക്കുന്നതിന് മുമ്പ് ആ ദശയുടെ സന്ധി, അതായത് സന്ധ്യ അവിടെ വരുന്നു. അടുത്ത ഘട്ടം എന്നുള്ളത് രാത്രിയാണ്. ആ രാത്രി പോലെ അടുത്ത ദശാകാലം, അതായത് കേതുർദശ കഴിയുമ്പോൾ അടുത്തതായിട്ട് ശുക്രദശ വരുന്നു. അതാണ് ദശാസന്ധി. ഒരു ദശ കഴിഞ്ഞ് മറ്റൊന്ന് വരുന്നു. അതായത് നമ്മുടെ എപ്പിസോഡിൽ തന്നെ ലേഡീസ് അവർ കഴിഞ്ഞിട്ട്
അടുത്ത പ്രോഗ്രാം പ്രോഗ്രാം വരുന്നു. അതെ. വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ദശാസന്ധി എന്ന് പറയുന്ന ഒരു ദോഷം ഇല്ല. പമ്പര വിഡ്ഢിത്താണത് ഈ ദശാസന്ധി ദോഷം. ഇതുകൊണ്ട് ഒരാൾ മരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജ്യോതിഷം എന്താണെന്ന് മനസ്സിലാക്കാതെ വരുന്ന ആചാര്യൻ്റെ പിഴവാണിത്. അപ്പം ഇങ്ങനെയുള്ള പിഴവുകൾ മുതലെടുത്തിട്ടാണ് വലിയ യുക്തിവാദികൾ എന്ന് പറഞ്ഞു വരുന്ന ആചാര്യന്മാർ വെറുതെ ആവശ്യമില്ലാതെ ജ്യോതിഷത്തിനെ പന്തടിക്കുന്നത്. അപ്പം ശരിക്കും ആരോ ഉത്തരവാദി? ഈ വെളിവില്ലാതെ വരുന്ന ആചാര്യന്മാരാണ് ഉത്തരവാദി, അല്ലേ? ജ്യോതിഷം ഒരിക്കലും മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷം അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും കയറി നിരങ്ങാം, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ അറബി നാടുകളിലെ രാജാവിൻ്റെ ഒരു കൽപ്പനയുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് എന്ത് വേണമെങ്കിലും വാരി കൊണ്ടുപോക്കോ, അതേപോലെ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോ. അതായത് ബിസിനസ് ചെയ്തോളാണ് പറയുന്നത്. ഇഷ്ടംപോലെ ലോൺ കൊടുക്കും, ആവശ്യത്തിലധികം. അതുകൊണ്ടാണ് മലയാളികളൊക്കെ അവിടെ ചെന്ന് ബിസിനസ് നടത്തി അവസാനം 500 കോടി 1000 കോടി 200 കോടിയൊക്കെ കടവും കടത്തിൻ്റെ കൂടുമായിട്ട് അവസാനം ഘട്ടമാകുമ്പോൾ നമ്മളെ വിളിച്ചിട്ടൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു വരും. അപ്പം അതിൻ്റെ കാരണം എന്താ ഞാൻ ചോദിക്കുക, അപ്പം ഇത്രയും അപ്പം നിങ്ങൾ അപ്പോഴാണ് പറഞ്ഞത് രാജാവിൻ്റെ കൽപ്പന, എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് സമ്പത്ത്, നീ വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകളാൻ, എത്ര സമ്പത്ത് വേണമെങ്കിലും കൊണ്ടുപോക്കോ, അതേപോലെ നിനക്ക് നിൻ്റെ നാട്ടിലുള്ള കറുത്ത പണം ഇവിടെ കൊണ്ടുവന്ന് വെളുപ്പിച്ചോ, എനിക്കൊരു പരാതിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ, അതിനുള്ള സർവ്വസ്വാതന്ത്ര്യം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്, ഈ നിയമങ്ങൾ ധിക്കരിച്ചാൽ നിൻ്റെ നാട്ടിലെ പോലെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. എത്ര വലിയ കൊലപാതകയാണെങ്കിൽ പോലും നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഊരിപ്പോരാം, രക്ഷപ്പെടാം. കാരണം ഇവിടെ അങ്ങനെ പഴുതുകളുണ്ട്, അവിടെ ഈ പഴുതൊന്നും ഇല്ല. അവിടെ ഉള്ളൊരു സംഭവം 3 ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ ഒരു നിയമവും തുണയ്ക്ക് വരില്ല, നേരെ ജയിലിലേക്ക് പോകും. ജയിലിലേക്ക് പോയാൽ റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ സ്ഥലം വിറ്റിട്ടോ എന്നുള്ള അഭ്യാസം നടക്കില്ല. പൈസ ഈ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. ഒരു 20 വർഷം 25 വർഷമൊക്കെ എത്തി ഇങ്ങനെ ബിസിനസ് ചെയ്ത ആളുകൾ ജയിലിൻ്റെ അകത്ത് എപ്പോഴും കിടപ്പുണ്ട്. കാരണം നാട്ടിൽ നിന്ന് അയക്കാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ ഇതാണ് ഈ സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സംഭവം ഈ ദശാസന്ധി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ, ദശാസന്ധി ദോഷം, രണ്ടിലൊരാൾക്ക് ദശാസന്ധി വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും എന്ന് പറയുന്നതെല്ലാം ശുദ്ധ വിഡ്ഢിത്തമാണ്. എന്താണ് ദശ എന്നറിയുക. അതിൻ്റെ സന്ധി എന്ന് പറയുന്നത് നമുക്ക് പകൽ കഴിഞ്ഞ് സന്ധ്യ മയങ്ങുന്ന ആ ഒരു കാലം. ഇത് തന്നെ ഒരു ആൾ വന്നപ്പോൾ ചോദിച്ചു, അപ്പോൾ സന്ധ്യാസമയത്ത് കുറേ കർമ്മങ്ങളൊക്കെ വിധിക്കുന്നുണ്ട്, വിളക്ക് വയ്ക്കാൻ പറയുന്നുണ്ട്, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദശാസന്ധി എന്ന് പറയുമ്പോൾ കടക്കാൻ പോകുന്ന ദശ കേതുർദശയാണെങ്കിൽ കേതു കഴിയുന്നത് വരെ നമ്മുടെ ദേവൻ ഗണപതിയാണ്. ആ കേതു കഴിയുന്നവരെ ഗണപതിയെ തന്നെ ഭജിക്കുക, ഗണപതിക്ക് വേണ്ട നിവേദ്യങ്ങളെല്ലാം കൊടുക്കുക. ചാമുണ്ഡി ക്ഷേത്രങ്ങളുള്ളവർക്ക് കേതുവിൻ്റെ അടുത്ത ദേവത ചാമുണ്ഡേശ്വരിയാണ്, ചാമുണ്ഡിയെ ഭജിക്കാം. അപ്പം കേതു കഴിയുന്നത് വരെ കേതുവിനെ തന്നെ ഭജിക്കുക. അടുത്തത് ശുക്രാപഹാരം വരുമ്പോൾ മാത്രം ശുക്രനിലേക്ക് പോയാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ എപ്പിസോഡുകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതു ദശയാണോ കടക്കുന്നത് ആ ദശാനാഥനെ മാത്രം നിങ്ങൾ പൂജിച്ചാൽ മതി. അല്ലാതെ സൂക്ഷ്മാപഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദശാകാലത്തിൽ തന്നെ 9 ദശയും കടന്നു പോകുന്നുണ്ട്, ഇവരുടെ പിന്നാലെ നിങ്ങൾ പോകണ്ട. അപ്പം നമ്മൾ വ്യക്തമായിട്ട് മറുപടി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കേതുർദശയുടെ അവസാന കാലഘട്ടത്തിൽ ബുധദശാപഹാരമാണ് കടക്കുന്നത്. അപ്പം നിങ്ങൾ ബുധദശയുടെ വഴിപാടായ കൃഷ്ണൻ്റെ പിന്നാലെ പോകണ്ട. നിങ്ങൾക്ക് ഏത് ദശയാണോ കടക്കുന്നത് അത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ദശാനാഥന് കൃത്യമായിട്ട് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ ദശാനാഥ ദേവൻ നിങ്ങളെ തുണയ്ക്കും. പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതാണ് പ്രശ്നം. ഇതന്നെ നമ്മൾ പല എപ്പിസോഡിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആവതില്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീൻ എന്തവകാശം കവികളെ. അതായത് ജടായു മോക്ഷത്തിൽ ജടായു കുരങ്ങന്മാരോട്, കുരങ്ങന്മാരെന്ന് പറയുന്നത് നമ്മുടെ ദേവന്മാരാണ്. അതായത് ഹനുമാനും അങ്ങനെ അങ്കദൻ, സുഗ്രീവൻ, ഇങ്ങനെയുള്ള വാനരപ്പട ജടായു സീതയെ അപഹരിച്ചിട്ട് രാവണൻ പോകുന്ന സമയത്ത് ജടായു രാവണനെ തടയുന്നുണ്ട്. രാവണനെ തടയുന്ന സമയത്ത് രാവണൻ ഖഡ്ഗം ഉപയോഗിച്ച് ഒരു ചിറക് അരിഞ്ഞിട്ട് കഴിയുമ്പോൾ പിന്നെ ശ്രീരാമചന്ദ്രൻ വന്നാലേ മോക്ഷം കിട്ടുള്ളൂ. ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് കാത്തുകെട്ടി കിടക്കുന്ന സമയത്താണ് ഈ വാനരപ്പടം മൊത്തം അന്വേഷിച്ച് വരുന്നു. സീതാദേവി അങ്ങനെ പോയെന്നറിയാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ജടായു പറയും, ഇങ്ങനെ രാവണൻ കൊണ്ടുപോയിട്ടുണ്ട് ലങ്കയിലേക്ക്, ഞാൻ തടുത്തതിൻ്റെ ഫലമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഈ ഇവർ ഹനുമാനും അങ്കദനും സുഗ്രീവനും എല്ലാവരും പറയും, നമുക്കിപ്പോൾ തന്നെ പിന്നാലെ പോയിട്ട്
ചാടിക്കടല്, കാരണം ഇവർക്കെല്ലാം ഒരു അമാനുഷിക ശക്തിയുള്ള ദേവതാ ചൈതന്യമുള്ള അവതാരങ്ങളാണ് ഇവർ. അതുകൊണ്ട് നമ്മൾ ഈ കടലങ്ങ് ചാടിക്കടന്ന് നിന്നിട്ട് അവനിപ്പോൾ തന്നെ കൈയോടെ പിടിച്ച് അവൻ്റെ തല 10 കിള്ളി കളഞ്ഞ് സീതനെ കൊണ്ടുവരാന്നൊക്കെ പറയുന്ന സമയത്താണ് ജടായു ഉപദേശം കൊടുക്കുന്നത്. ആവതില്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ, കുരങ്ങന്മാരെ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. നിങ്ങളുടെ 10 ഇരട്ടിയോളം ഞാൻ തടഞ്ഞിട്ട് ദേ എൻ്റെ ചിറക് അരിഞ്ഞിവിടെ ഇനിയിപ്പോൾ പറക്കാൻ പോലും പറ്റാതെ ഭഗവാന്റെ വരവും കാത്ത് മോക്ഷം, അതായത് മരണം കാത്ത് ഞാൻ കിടക്കാണ്. അതുകൊണ്ട് രാവണനെ നിഗ്രഹിക്കണമെങ്കിൽ ശ്രീരാമചന്ദ്രൻ തന്നെ വരണം, ഭഗവാൻ തന്നെ വരണം, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ നമുക്ക് പുരാണങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പൂർവിക ആചാര്യന്മാർ പുരാണങ്ങളിൽ ഓരോ സംഭവങ്ങൾ നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതിന് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളും കഥകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കഥകളെല്ലാം നല്ല രീതിയിൽ ഗ്രഹിച്ച് ഇങ്ങനെ പറയുന്ന വിഡിത്തത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. ദശാസന്ധി ദോഷം എന്നതിനൊന്നും ആലോചിച്ച് ഭയപ്പെടണ്ട. ഏതൊരു ആചാര്യനും ഇത്ര വയസ്സിൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറും പമ്പര വിഡ്ഢി എന്ന് മാത്രം നിങ്ങൾ ധരിച്ചാൽ മതി. ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് മരണം ഒരിക്കലും പ്രവചിക്കരുത്. ഈ സമയത്ത് ഒന്ന് കെയർ ചെയ്യണം. വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ അടുത്ത് കൂടുതൽ പ്രാർത്ഥനാ മന്ത്രങ്ങളായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉപദേശിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മരണം പ്രവചിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളാർക്കും മരണം പ്രവചിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ദശാസന്ധി എന്ന് പറയുന്ന ദോഷം എന്ന് പറയുന്ന പമ്പര വിഡ്ഢിത്തമാണെന്ന് മാത്രം തിരിച്ചറിയുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നിങ്ങൾ അയക്കുന്ന കത്തുകളാണ് ഇവിടെ വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ കത്തും പ്രത്യേകം എടുത്ത് വായിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. പരിപാടി തുടർന്നും കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമ്മൾ കാപ്പിയുടെ ഗുണം പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാക്കാണ് കേട്ടോ. കാരണം ഒരു ആണിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആദ്യം ചോദിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് നേരെ പോയി പറയുന്നതിന് പകരം നമുക്കൊരു കാപ്പി കുടിക്കാൻ പോയാലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ശരിക്കും. ഒരിടയ്ക്ക് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ലിബറൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മാറി ചിന്തിച്ചുകൊണ്ട് ഫോർമലായിട്ട് കോപ്പിക്ക് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പം കാപ്പി എന്നുള്ളത് ഇപ്പൊ കമിതാക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ആണ് ഒരു പെണ്ണ് എന്നുള്ള നിലയിൽ മാത്രമല്ല, കാപ്പി എന്നുള്ളത് ഒരു ബോണ്ടിങ് കാര്യം തന്നെയാണ്. ഇപ്പോൾ ബിസിനസ് മീറ്റിംഗ്സും എല്ലാം ഇസ് ഓവർ എ കോഫി. പലപ്പോഴും എന്തിലും നമ്മളൊരു ലെറ്റ് us ഡിസ്കസ് ഇറ്റ് ഓവർ എ കോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ഇച്ചിരി മാറി ഇച്ചിരി ഇൻഫോർമൽ ആയിട്ട് എടുക്കാം. അത് നമ്മൾ ഫോർമൽ ആണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യാൻ. അതെ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഫോക്കസ് ഡിന്നറിലേക്ക്, ഭക്ഷണ സാധനങ്ങളിലേക്ക് പോകും. സ്വയം കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജൈസ് ചെയ്യും. കാപ്പി എന്നുള്ളതിനൊരു സ്റ്റാൻഡേർഡ് ടേസ്റ്റ് ആണ്. അതെനിക്ക് തോന്നുന്നു ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരാനും അത് സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പം അങ്ങനെ പലതരം ഗുണങ്ങളും ഉണ്ട് കാപ്പിക്ക്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ തന്നെ ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഇത്തരത്തിൽ വളരെ ചെറിയ എന്നാൽ രസകരമായ കുറെ മുഹൂർത്തങ്ങളും കൂടെ കോഫിയുടെ ഇടയിൽ ഉണ്ടാകും അല്ലെ. ശീലങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒരു ടോപ്പിക് ആയിരുന്നു ഈ കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാപ്പി വിശേഷം കഴിയുന്നു. വീണ്ടും നമുക്ക് കാപ്പി കുടിക്കാനുള്ള സമയമായി അല്ലേ? അതെ. അപ്പോൾ ഇത്രയും ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ വിടവാങ്ങുകയാണ്. വീണ്ടും നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.